എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. 24-ാം തീയതി നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി സംരക്ഷിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ രൂപം കൊണ്ട ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ ജില്ലാ കമ്മിറ്റി രൂപീകരണമാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അത് ചെക്ക് ചെയ്ത് ഈ ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ ഹൈറിച്ച് കുടുംബാംഗങ്ങളെ രക്ഷിക്കുക, ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ രക്ഷിക്കുക, ഹൈറിച്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കുക എന്നുള്ളതാണ്. അതൊക്കെ സെക്രട്ടറിയുടെ വായിക്കും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉദ്ദേശങ്ങൾ വെച്ച് നമുക്ക് ഈ സൊസൈറ്റി അതായത് ഒരു സൊസൈറ്റിക്ക് വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും എന്തൊക്കെയാണോ നിയമപരമായി വേണ്ടത് അതെല്ലാം കണക്കിലെടുത്താണ് നമ്മുടെ സൊസൈറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. പലരും പുറത്തു പറയുന്നുണ്ട്, ഒരു ക്ലബ്ബ് സംവിധാനം അവരൊരുക്കി, അടുത്ത തട്ടിപ്പുമായി അവർ വന്നു. ഈ ക്ലബ്ബ് സംവിധാനത്തിന് വെറും ഒരു 50 രൂപയുടെ രജിസ്ട്രേഷനെ വേണ്ടുവെന്ന്. അന്ന് ഒരു 21 പേരെ ആത്മാർത്ഥമായി, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി നിൽക്കുന്നവരാണ് അല്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. കാരണം 21 അംഗങ്ങൾ അടങ്ങുന്ന ആ കോടതിയിൽ വരുന്നവരെയും എല്ലാവരെയും ചേർത്ത് നമ്മൾ 21 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിച്ചത്. അവരുടെ പ്രവർത്തന ഫലമായി എല്ലാവരും കൂടി ഒരുപാട് പൈസ 10, 35, 40,000 രൂപ നമ്മൾ പിരിച്ചെടുത്തു. കാരണം 100 രൂപ, 200 രൂപ, 50 രൂപ വരെ പിരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ സൊസൈറ്റിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സൊസൈറ്റി വേണം, ഹൈറിച്ചിന് വേണ്ടി ഒരു സൊസൈറ്റി വേണം എന്ന് പറഞ്ഞ് പലരെയും സമീപിച്ചപ്പോ ഹൈറിച്ച് എന്ന് കേൾക്കുമ്പോ തന്നെ അവർ പിന്നിലേക്ക് പോകും. ഞങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഹൈറിച്ച് അല്ലേ, പറ്റില്ല. ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായി എല്ലാവരും മുന്നിലെത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ 2-3 മാസത്തോളം കഷ്ടപ്പെട്ട് രഹസ്യമായി തന്നെ കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തും എല്ലാവിടെയുമുള്ള, ചെന്നൈയിലാണ് നമ്മുടെ രാജീവ് സാറൊക്കെ താമസിക്കുന്നത്, അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂര് നമ്മൾ അത് 3 മാസത്തോളം രഹസ്യമായി രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ വെച്ച് അതാത് ജില്ലകളിലത്തെ മെയിനായി നിൽക്കുന്ന നമ്മളോട് സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കഴിച്ചു കിട്ടിയത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പലരും നമ്മെ തച്ചു തകർക്കാൻ ഇപ്പോഴും നോക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയണം. നിങ്ങൾ എല്ലാവരും ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ അംഗങ്ങളായി ഇന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ അവസ്ഥ നിങ്ങളോട് പറയുന്നത്. നമുക്കെതിരെ കുറച്ചുപേർ ഈ സൊസൈറ്റി അടുത്ത തട്ടിപ്പുമായി വന്നു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. ഇരിങ്ങാലക്കുട DYSP ഓഫീസിലും തൃശ്ശൂർ SP ഓഫീസിലും കംപ്ലൈന്റ് കൊടുത്തിട്ട് സെക്രട്ടറിക്ക് വിളി വന്നു, പ്രസിഡന്റിന് വിളി വന്നു, എല്ലാവർക്കും വന്നു. ഇവരെല്ലാവരും സെക്രട്ടറി തൃശ്ശൂരിൽ നിന്ന് വരണം, പ്രസിഡന്റ് മലപ്പുറത്ത് നിന്ന് വരണം, ജോയിന്റ് സെക്രട്ടറി പാലക്കാട് നിന്ന് വരണം. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ പരമാവധി എങ്ങനെ കഷ്ടത്തിലാക്കാമെന്ന് ചിലർ ചിന്തിക്കുക. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് അല്ലേ, വലിയ പോസിറ്റീവുകാരുടെ ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് കണ്ടില്ലേ? അവര് നമ്മളെ എങ്ങനെ ഉപദ്രവിക്കുക, ഇപ്പോഴും നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ജനങ്ങളെ രക്ഷിക്കണം എന്ന് കരുതി, നമുക്ക് നമ്മുടെ തൊഴിൽ വീണ്ടെടുക്കണം എന്ന് കരുതി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി നടക്കണവര്. നമ്മുടെ ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും എതിരെ വീഡിയോ, പാവം നമ്മുടെ സുനിൽ സാറ് നമുക്ക് വേണ്ടി മാത്രം വീഡിയോ ഇട്ട് ഹൈറിച്ചിനെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരണം, അതിന് ജനങ്ങളെ എങ്ങനെ പിടിച്ചു നിർത്തണം എന്ന് കരുതി നിൽക്കുന്ന ആളെ വെച്ചിട്ട് വേറൊരു വീഡിയോ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അനാവശ്യ സംസാരങ്ങൾ പുറത്തു വിട്ടിട്ട് ഓരോ വീഡിയോ. അപ്പൊ നമ്മൾ എങ്ങനെയാ കേൾക്കുമ്പോ ഈ മനുഷ്യൻ വീഡിയോയിൽ വരുമ്പോ നല്ല മര്യാദക്കാരനാ, നല്ല രീതിയിൽ സംസാരിക്കും, ഇത്ര പൊട്ടയണമെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കാണുമ്പോ നല്ല മര്യാദക്കാരാണ്. ഇവരുടെ ശബ്ദങ്ങൾ വെച്ച് വളരെ എന്താ പറയാ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരം താഴ്ന്ന തരത്തിലുള്ള കാര്യങ്ങൾ പലരും നമുക്കെതിരെ പ്രവർത്തിപ്പിച്ചു. ഇന്നും ചിലപ്പോൾ, ഞാൻ നിങ്ങളെ ആരും സംശയിക്കുന്നില്ല എങ്കിലും അനുഭവം വെച്ച് പറയാണ്, ഇന്നും ചിലപ്പോൾ ഇവിടെ സംസാരിക്കുന്നവരുടെ ശബ്ദങ്ങൾ നാളെ പുറത്തു വരാം. എന്തും വന്നോട്ടെ, തടുക്കാൻ ഞങ്ങൾ തയ്യാർ, സൊസൈറ്റി തടുക്കാൻ തയ്യാർ.
എന്നു കരുതി തന്നെ ഇറങ്ങി തിരിച്ചവരാണ് ഞങ്ങൾ കുറച്ചു പേര്. അതിൽ യാതൊരു സംശയം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചെറുതായിട്ടെങ്കിലും മനസ്സിൽ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യാമോഹിക്കണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരെയും ഉദ്ദേശിച്ചല്ല, ആരെങ്കിലും മനസ്സിൽ ചെറുതായിട്ടെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന ഇവിടെ എല്ലാവരുടെയും മുഖത്ത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ കുറെ വിഷാദമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും വിഷാദത്തിൽ തന്നെയാണ്. നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഓരോ കാൽവയ്പിലും നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി നിങ്ങളോടൊപ്പമുണ്ട്, നമ്മോടൊപ്പമുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഉറപ്പ് പറയാൻ സാധിക്കുക. ഈ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ പോയപ്പോഴും SP-യുടെ ഓഫീസിൽ പോയപ്പോഴും അവരാദ്യം നമ്മളെ വളരെ മോശമായാണ് പറഞ്ഞത്. നിങ്ങൾ തട്ടിപ്പുകാരല്ലേ ഹൈറിച്ചിന്റെ. അവിടെ ചെന്നിരുന്ന് നമ്മുടെ ഭാര്യ സാറിന്റെ മലപ്പുറം ശൈലിയിൽ, നിഷ്കളങ്കമായ ശൈലിയിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഇവര് പറഞ്ഞു, ഇത്ര നല്ലൊരു അവസരമാണോ പലവർ ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞത്? ഇത് എന്തായാലും തിരിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. അവര് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മൾ അതിനുള്ള മുൻകൈ തന്നെയാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ നെഗറ്റീവുകാരും അവര് പറയുന്ന പോസിറ്റീവുകാരും ചിന്തിക്കുന്നത് നമ്മളെങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നിലേക്ക് പോവും, നമ്മളെങ്ങനെയും ഒതുങ്ങും. ഹൈറിച്ചിനെ എങ്ങനെയാണ് ഒരു വലിയൊരു കുഴി കുത്തി അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് കുറെ മണ്ണ് അങ്ങോട്ട് ഇട്ട് വലിയൊരു കല്ല് അങ്ങോട്ട് കയറ്റി വെക്കുക. ചിലപ്പോൾ അവരൊരു തെങ്ങും നടും. അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് അവരൊക്കെ ചിന്തിച്ചത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകമായി നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് പറയാനുള്ളത്, രാഷ്ട്രീയമായി ഒരു സ്വാധീനവും നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ല.